എന്തുകൊണ്ട് മിഥിലാമിസാണ്. അപ്പൊ എല്ലാവരെയും വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് ടു. അപ്പൊ മക്കളെ, നമുക്കറിയാം നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബേസിക് സയൻസിൽ കെമിസ്ട്രിയിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 6 മാർക്ക് വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ സെപ്പറേഷൻ ടെക്നിക്കുകളെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. എന്റെ കുട്ടികൾ എല്ലാവരും റെഡി അല്ലേ? സെറ്റ് ആൻഡ് ഫുൾ പവർഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ മിസ്സിന് നിറയെ പിങ്ക് ഹാർട്ട് തരേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The components of mixture are separated on the basis of different properties. അല്ലെ, ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ വേർതിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ്ഡ്? അതായത് ഏത് തരം മിശ്രിതങ്ങൾക്കാണ് സ്വേദനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്? ഏത് തരം മിശ്രിതങ്ങൾക്കാ? അപ്പൊ സ്വേദനം ഉപയോഗിക്കണമെങ്കിൽ 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചു. അതായത് ഒരു മിക്സ്ചർ എടുത്തു, ഒരു മിശ്രിതം എടുത്താൽ അതിലെ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിരിക്കും അല്ലെ. അതായത് ഒരാൾക്ക് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടാവും, രണ്ടാമത്തെ ആളോ നോൺ വോളറ്റൈൽ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് വേപ്പറൈസ് ചെയ്യില്ല, ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്ത ആളായിരിക്കും. അപ്പൊ ഒരാള് വോളറ്റൈൽ ആയിരിക്കണം, മറ്റേ ആള് നോൺ വോളറ്റൈൽ ആണെങ്കിൽ ഒരാള് ബാഷ്പീകരണ സ്വഭാവം ഉള്ളതും മറ്റേ ആള് ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമാണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താ മക്കളെ ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? എന്താ? ഒരു മിക്സറിലെ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടാവണം അല്ലെ. ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടാകണം. ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ശരിയാണോ മിസ് പറഞ്ഞത്? അപ്പൊ ഒന്നെങ്കിൽ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരാൾ ബാഷ്പീകരണ സ്വഭാവം ഉള്ളതും മറ്റേയാൾ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമായിരിക്കണം. ഒരാൾ വോളറ്റൈലും മറ്റേയാൾ നോൺ വോളറ്റൈലും ആയിരിക്കണം. പിന്നെ ഈ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടാവണം. ഈ 2 പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം യൂസ് ചെയ്യാൻ സാധിക്കും. സെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ മിക്സ്ചർ ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ആംശിക സ്വേദനത്തിലൂടെ വേർതിരിക്കുന്ന മിശ്രിതത്തിന് ഉദാഹരണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ പഠിച്ചിരുന്നു ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലെ. സ്വേദനം എന്ന് പറഞ്ഞാൽ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവണം. പക്ഷെ ആംശിക സ്വേദനം എന്ന് പറഞ്ഞാല് അവിടെ സ്മോൾ ഡിഫറൻസ് മതി അല്ലെ. ബോയിലിംഗ് പോയിന്റ് തമ്മിൽ സ്മോൾ ഡിഫറൻസ്, തിളനിലകൾ തമ്മിൽ നേരിയ വ്യത്യാസം. നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമാണെങ്കിൽ സ്വേദനം, തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ ആംശിക സ്വേദനം. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് പറയാം സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ, അങ്ങനെയുള്ള മിശ്രിതങ്ങളെ, മിക്സ്ചേഴ്സിനെ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് എക്സാമ്പിൾ ഏതാ? 2 എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് എഥനോളും മെഥനോളും. എഥനോളും മെഥനോളും കലർന്ന മിശ്രിതം അല്ലെ. എഥനോളും അതേപോലെ തന്നെ മെഥനോളും കലർന്ന മിശ്രിതം. ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ക്രൂഡ് ഓയിലാണ് അല്ലെ. ക്രൂഡ് ഓയിലാണ്. അപ്പൊ ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മളെ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ ഇതൊക്കെ വേർതിരിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. സെറ്റ് അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് കെറോസിൻ ആൻഡ് വാട്ടർ? നോക്കിക്കേ മക്കളെ, മണ്ണെണ്ണയും ജലവും കലർന്ന മിശ്രിതം. ഇത് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഡയഗ്രാം ഓർമ്മ വരണം. ഓർമ്മയുണ്ടോ? നമ്മുടെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഉപകരണത്തിന്റെ ഡയഗ്രാം ഓർമ്മയുണ്ടോ? ഏതാണ് ഉപകരണം? ഏതാണ് ആ സംവിധാനം? സെപ്പറേറ്റിംഗ് ഫണലാണ് അല്ലെ മക്കളെ. ആരാണ്? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ നിങ്ങൾ മറക്കല്ലേ, സെപ്പറേറ്റിംഗ് ഫണൽ എടുത്തു കഴിഞ്ഞാൽ കെറോസിൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടറിനെ ഒക്കെ നമുക്ക് വേർതിരിക്കാം. അപ്പൊ സെപ്പറേറ്റിംഗ് ഫണലിന്റെ പ്രത്യേകത എന്താ? പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ
ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. ഒരാളുടെ ഡെൻസിറ്റി മറ്റേ ഡെൻസിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ ഡെൻസിറ്റി കൂടിയ വാട്ടർ താഴെ വരും, ഡെൻസിറ്റി കുറഞ്ഞ മണ്ണെണ്ണ മേലെ വരും. ഈസി ആയിട്ട് വേർതിരിക്കും. ഓക്കെ, ഇനി ഹൗ ക്യാൻ വി സെപ്പറേറ്റ് അമോണിയം ക്ലോറൈഡ് ഫ്രം സാൽട്ട്? അതായത് അമോണിയം ക്ലോറൈഡും മണ്ണും ചേർന്ന മിശ്രിതത്തെ എങ്ങനെ വേർതിരിക്കാം? അമോണിയം ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താ? അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടപ്പന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്താണ് മക്കളെ ആ പ്രത്യേക സ്വഭാവം? അയാള് സബ്ലൈമബിൾ ആണ് അല്ലെ. അയാള് ഉത്പതനം എന്ന് പറഞ്ഞിട്ടുള്ള സ്വഭാവം കാണിക്കുന്നു. എന്താണ് ഉത്പതനം എന്ന് പറഞ്ഞാൽ എന്താ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഖരപദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ അയാള് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകാതെ, വെള്ളമായിട്ട് മാറാതെ, ദ്രാവകമാകാതെ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലെ, വാതകമായിട്ട് മാറുന്നു. ഇതിനെയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് പറയുന്നത്. അമോണിയം ക്ലോറൈഡ് സബ്ലൈമബിൾ ആണ്, ഉത്പതനം കാണിക്കുന്നു. പക്ഷെ മണ്ണ് ഉത്പതനം കാണിക്കുന്നില്ല. സോ നമ്മൾ ചൂടാക്കിയ അമോണിയം ക്ലോറൈഡ് നേരെ നീരാവിയായിട്ട് മാറും. അതിനെ കളക്ട് ചെയ്താൽ നമുക്ക് ഇവരെ രണ്ടുപേരെയും വേർതിരിക്കാം. സോ അമോണിയം ക്ലോറൈഡ് എന്ന് കേട്ടാൽ സബ്ലിമേഷൻ ഓർമ്മ വരണം. മണ്ണെണ്ണയും അതേപോലെ തന്നെ വെള്ളവും കേട്ടാൽ സെപ്പറേറ്റിംഗ് ഫണൽ ഓർമ്മ വരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജലവും അസറ്റോണും കലർന്ന മിശ്രിതത്തെ അല്ലെ, വാട്ടർ ആൻഡ് അസറ്റോൺ ആണെങ്കിൽ ഏത് മെത്തേഡ് വഴിയാ? ഇപ്പൊ വാട്ടറും അസറ്റോണും എടുത്താൽ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഇവിടെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ആണ്, വലിയ വ്യത്യാസമുണ്ട്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് മക്കളെ സെപ്പറേറ്റ് ചെയ്യുക? വെരി ഗുഡ്, ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴിയാണ് അല്ലെ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം മക്കളെ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വരുന്ന സെപ്പറേഷൻ ടെക്നിക്കുകളാണ് ഇപ്പൊ മിസ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. ഇനി ക്രൊമാറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗേഷനും കൂടി ഉണ്ട്, അതുകൂടെ എന്റെ കുട്ടികൾ വായിക്കണം കേട്ടോ. സോ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി ഇതേപോലെ ഏത് ടോപ്പിക്കാണ് എന്റെ കുട്ടികൾക്ക് വേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാട്ടോ. തീർച്ചയായിട്ടും എന്റെ മക്കൾ എല്ലാവരും തന്നെ കമന്റ് ചെയ്യാ. മിസ് അത് വായിക്കും, മിസ് അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ തരുന്നതായിരിക്കും. അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.